നമസ്കാരം. അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്കും ചിലപ്പോൾ ഭയം തോന്നും. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച സാമ്രാജ്യങ്ങൾ പോലും ചില യുദ്ധങ്ങൾക്കു ശേഷം കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി സ്വയം ചോദിക്കേണ്ടി വരും, നമ്മൾ എപ്പോഴും അതേ ശക്തിയാണ്? ഇന്ന് അമേരിക്കയുടെ പ്രതിരോധ നയങ്ങളെ നോക്കുമ്പോൾ അത്തരമൊരു ആത്മപരിശോധനയുടെ നിഴൽ കാണാനാകുന്നുണ്ട്. ഒരു കാലത്ത് സൈനിക സാങ്കേതിക വിദ്യയിലും ആയുധ ശക്തിയിലും തുല്യരില്ലാത്ത മഹാശക്തിയായി സ്വയം അവതരിപ്പിച്ച അമേരിക്ക പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷങ്ങളും ഡ്രോൺ യുദ്ധങ്ങളുടെ അനുഭവങ്ങളും കഴിഞ്ഞ് പുതിയൊരു യാഥാർത്ഥ്യത്തെ നേരിടുകയാണ്. ഇറാനെതിരായ സൈനിക നടപടികളും അതിനെ തുടർന്നുണ്ടായ പ്രതിരോധ വെല്ലുവിളികളും അമേരിക്കൻ സൈന്യത്തിനൊരു പ്രധാന പാഠമാണ് നൽകിയിരിക്കുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ബില്യൺ ഡോളർ ചെലവഴിച്ച ആയുധ സംവിധാനങ്ങളും മാത്രം മതിയാകില്ല എന്ന് യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഡ്രോൺ ആക്രമണങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ചെറു ഡ്രോണുകൾ പോലും വലിയ സൈനിക സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ വമ്പൻ ആയുധ നിർമ്മാണ കമ്പനികളെക്കാൾ ചെറുകിട സാങ്കേതിക സ്ഥാപനങ്ങളിലേക്കും സ്റ്റാർട്ടപ്പുകളിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ്. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ ഒരുങ്ങി US സൈന്യം തയ്യാറെടുക്കുകയാണ്. ഏരിയൽ ലൈറ്റ് ഷോകളിൽ അടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയത് കണക്കിലെടുത്താണ് നീക്കം. ഡ്രോൺ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രോൺ ഡോമിനൻസ് എന്ന പേരിൽ 18 മാസം നീളുന്ന ഒരു മത്സരം പെന്റഗൺ ആരംഭിച്ചിട്ടുണ്ട്. 3 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കാൻ 1.1 ബില്യൺ ഡോളറിന്റെ, അതായത് ഏകദേശം 9,100 കോടി രൂപ കരാറാണ്. അടുത്ത വർഷത്തെ പ്രതിരോധ ബജറ്റിൽ 54.6 ബില്യൺ ഡോളർ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഡ്രോണിനും ഏകദേശം $5,000, അതായത് ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് ചിലവ്. ഇവ യുദ്ധത്തിൽ നശിച്ചു പോയാലും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കില്ല. ഡ്രോൺ റേസിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയ്ക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും കഴിയും. മുൻ ഡ്രോൺ റേസിംഗ് ലോക ചാമ്പ്യൻ സോറൻ മൺറോ ആൻഡേഴ്സൺ സ്ഥാപിച്ച കാലിഫോർണിയൻ സ്റ്റാർട്ടപ്പായ നെറോസ് യുക്രൈൻ ഡ്രോൺ നിർമ്മാതാക്കളുമായി സഹകരിക്കുന്ന ബ്രിട്ടീഷ് കമ്പനിയായ സ്കൈ കട്ടർ എന്നിവയാണ് നിലവിൽ മത്സരത്തിന് മുന്നിലുള്ളത്. ജോർജിയയിലെ ഫോർട്ട് ബെന്നിങ്ങിൽ നടന്ന ആദ്യ റൗണ്ട് മത്സരത്തിൽ 26 കമ്പനികൾ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൈ കട്ടർ 25,000-ലധികം ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള വലിയ ഓർഡർ സ്വന്തമാക്കി കഴിഞ്ഞു. വരും കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങൾ ഇത്തരം ചെലവ് കുറഞ്ഞ ഡ്രോൺ കൂട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഗാരേജുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ പദ്ധതിയുടെ ഭാഗമാകാൻ മത്സരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ ശക്തിവർദ്ധനയുടെ സൂചനയാണോ അതോ ഭയത്തിന്റെ പ്രകടനമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. യാഥാർത്ഥ്യത്തിൽ രണ്ടും ചേർന്നൊരു അവസ്ഥയാണ് കാണുന്നത്. അമേരിക്കയ്ക്ക് ലോകാധിപത്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതിശയോക്തിയായിരിക്കും. എന്നാൽ ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത സൈനിക മേൽക്കോയ്മ ഇന്ന് വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് എന്നത് സത്യമാണ്. ചൈനയുടെ സാങ്കേതിക വളർച്ചയും റഷ്യയുടെ സൈനിക വെല്ലുവിളികളും ഇറാന്റെ അസമമായ യുദ്ധതന്ത്രങ്ങളും അമേരിക്കയെ പുതിയ രീതിയിലുള്ള ആയുധ വികസനത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. ലോകത്തെ വീണ്ടും കീഴടക്കാനുള്ള അമേരിക്കയുടെ ആഗ്രഹം മാത്രമല്ല ഇത്, മറിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ആധിപത്യ മാതൃകകൾ മതിയാകില്ല എന്നും അമേരിക്ക തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. പുതിയ യുദ്ധങ്ങൾ ഇനി വിമാനവാഹിനി കപ്പലുകൾ മാത്രമല്ല തീരുമാനിക്കുന്നത്. ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും സൈബർ സാങ്കേതിക വിദ്യയും ചേർന്നാണ് വിജയികളെ നിർണ്ണയിക്കുന്നത്. അതിനാൽ അമേരിക്കയുടെ പുതിയ ആയുധ നിക്ഷേപങ്ങളെ വെറും ആക്രമണമോഹമായി മാത്രം കാണാനാവില്ല. അതൊരു മഹാശക്തിയുടെ പ്രതിരോധ പ്രതികരണമാണ്. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഭയം കൊണ്ടുള്ള ആയുധ സമാഹരണം പലപ്പോഴും കൂടുതൽ സംഘർഷങ്ങൾക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. അതിനാൽ ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് അമേരിക്ക എത്ര ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നതിലല്ല, ആ ആയുധങ്ങൾ സുരക്ഷയ്ക്കാണോ പുതിയ അധിനിവേശ സ്വപ്നങ്ങൾക്കായാണോ ഉപയോഗിക്കപ്പെടുക എന്നതാണ്.